ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ദൈവവചനം യേശുവിന്റെ ഏറ്റവും കഠിനമായ വാക്കുകളിൽ ഒന്നാണ്. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവൻ പിതാവിനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരീ സഹോദരന്മാരെയും, അതെ ജീവനെ പോലും വെറുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എന്റെ ശിഷ്യനാകാൻ കഴിയില്ല. സ്വന്തം കുരിശുചുമന്ന് എന്റെ പിന്നാലെ വരാത്തവൻ എന്റെ ശിഷ്യനാകാൻ കഴിയില്ല. ആദ്യം ഈ വാക്കുകൾ കഠിനമായി തോന്നുന്നു. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരോട് പുറംതിരിഞ്ഞു നിൽക്കാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നതായി തോന്നുന്നു. എന്നാൽ സ്നേഹം തന്നെയായ ക്രിസ്തു ഒരിക്കലും വെറുക്കാൻ നമ്മോട് കൽപ്പിക്കില്ല. അവൻ ആവശ്യപ്പെടുന്നത് നമ്മൾ ശരിയായി സ്നേഹിക്കണം എന്നാണ്. മറ്റെല്ലാ ബന്ധങ്ങൾക്കും മുകളിൽ അവനോടുള്ള നമ്മുടെ സ്നേഹം ഒന്നാമതായി വയ്ക്കണം. യേശുരെ വെറുക്കുക എന്ന് പറയുമ്പോൾ അവൻ അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യബന്ധവും ഒരു ആശ്വാസവും നമ്മുടെ സ്വന്തം ജീവിതം പോലും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിന് മുകളിൽ നിൽക്കരുത് എന്നാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതുപോലെ, ക്രിസ്തു സ്നേഹത്തെ വിലക്കുന്നില്ല, പക്ഷേ അവനോടുള്ള നമ്മുടെ സ്നേഹം പരമോന്നതമായിരിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. ദൈവത്തെ ഒന്നാമതു വയ്ക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, കുട്ടികൾ, ജോലി, സ്ഥാപനം എന്നിവയോടുള്ള സ്നേഹം, മറ്റെല്ലാ സ്നേഹവും അതിന്റെ ശരിയായ സ്ഥാനം കണ്ടെത്തുകയും കൂടുതൽ മനോഹരമാവുകയും ചെയ്യുന്നു. അത് സ്നേഹത്തെ നിരസിക്കുകയല്ല, മറിച്ച് അതിന്റെ ശുദ്ധീകരണമാണ്. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു കഥ ഈ സത്യത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു. മഹാനായ ആചാര്യൻ ആദി ശങ്കരാചാര്യർ ചെറുപ്പത്തിൽ തന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം ഒരു നദിയിൽ കുളിക്കുമ്പോൾ ഒരു മുതല അദ്ദേഹത്തിന്റെ കാലിൽ പിടിച്ചു. നിരാശയോടെ അദ്ദേഹം തന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ, ലോകം ത്യജിച്ച് ദൈവത്തിനായി ജീവിക്കാൻ എനിക്ക് അനുവാദം നൽകണമേ. മകന്റെ ജീവനോടുള്ള സ്നേഹവും ഭയവും കാരണം അവൾ അവളെ അനുഗ്രഹിച്ചു. മുതല അവനെ വിട്ടയച്ചു. വർഷങ്ങൾക്കുശേഷം അവന്റെ അമ്മ വൃദ്ധയും രോഗിയുമായി തീർന്നപ്പോൾ ശങ്കരൻ വീട്ടിലേക്ക് മടങ്ങി അവളെ ആർദ്രതയോടെ പരിചരിച്ചു. എതിർപ്പുകൾക്കിടയിലും അവളുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി. യഥാർത്ഥ വിശുദ്ധി ഒരിക്കലും സ്നേഹത്തെ ഉപേക്ഷിക്കുന്നില്ലെന്ന് അദ്ദേഹം കാണിച്ചു. അത് നിറവേറ്റുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഇതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ കാതൽ. യേശു ഒരിക്കലും സ്നേഹം ഉപേക്ഷിക്കാൻ നമ്മെ വിളിക്കുന്നില്ല. നമ്മുടെ സ്നേഹത്തെ ശരിയായി ക്രമീകരിക്കാൻ അവൻ നമ്മെ വിളിക്കുന്നു. ദൈവത്തെ ആദ്യം സ്നേഹിക്കുക, അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ആധുനിക ലോകത്ത് ഈ പാഠം പലപ്പോഴും മറന്നുപോകുന്നു. വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അഭിലാഷവും എല്ലാറ്റിനുമുപരി വിലമതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലരും അവരുടെ കരിയറുകളോ സ്വപ്നങ്ങളോ പിന്തുടരുന്നു, ചിലപ്പോൾ അവരുടെ ബന്ധങ്ങളുടെ വിലയ്ക്ക്. പലപ്പോഴും നമ്മുടെ മുതിർന്നവർ, നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ ഒറ്റയ്ക്കാകുന്നു. ഒരിക്കൽ നമ്മെ പിടിച്ചു പോറ്റിയ കൈകൾ തന്നെ ഇപ്പോൾ ആശ്വാസമില്ലാതെ വിറയ്ക്കുന്നു. ചിലരെ വീടുകളിലേക്കോ പരിചരണ കേന്ദ്രങ്ങളിലേക്കോ അയക്കുന്നത് ആവശ്യകത കൊണ്ടല്ല, മറിച്ച് അത് കൂടുതൽ സൗകര്യപ്രദമായതിനാലാണ്. ഇത് പുരോഗതിയല്ല, അത് ആത്മീയ ദാരിദ്ര്യമാണ്. നാലാമത്തെ കൽപ്പന, നിങ്ങളുടെ പിതാവിനെയും അമ്മയെയും ബഹുമാനിക്കുക. കുട്ടികൾക്കുള്ളത് മാത്രമല്ല, സ്നേഹം, കൃതജ്ഞത, ഉത്തരവാദിത്തം എന്നിവയുടെ ആജീവനാന്ത കൽപ്പനയാണിത്. നമ്മൾ വളരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് തുടരണമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രത്യേകിച്ച് രോഗം, ഏകാന്തത, ദുരിതം എന്നിവയുടെ സമയങ്ങളിൽ. ഇത് വെറുമൊരു ധാർമ്മിക നിർദ്ദേശമല്ല, ഒരു ക്രിസ്ത്യാനിയാക്കുക എന്നതിന്റെ ഭാഗമാണിത്. കുരിശിലെ യേശുവിനെ നോക്കുക. തന്റെ വേദനയിലും അവൻ തന്റെ അമ്മയെ പരിപാലിച്ചു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. മകനെ, ഇതാ നിന്റെ അമ്മ. ആ നിമിഷം മുതൽ അവൻ മറിയെ യോഹന്നാനെയും യോഹന്നാനെ മറിയെയും ഏൽപ്പിച്ചു. തന്റെ അവസാന പ്രവൃത്തിയിൽ സ്നേഹത്തിലും ഉത്തരവാദിത്തത്തിലും വേരൂന്നിയ ഒരു വിശ്വാസ കുടുംബം അവൻ കെട്ടിപ്പടുത്തു. കുരിശ് രക്ഷപ്പെടാനുള്ള സ്ഥലമായിരുന്നില്ല, അത് ബന്ധത്തിന്റെ ആത്യന്തിക സ്ഥലമായിരുന്നു. അതിനാൽ ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഈ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? മറ്റെല്ലാ സ്നേഹങ്ങളും അവനിൽ നിന്ന് പ്രസരിക്കുന്ന തരത്തിൽ ക്രിസ്തുവിനെ കേന്ദ്രത്തിൽ വയ്ക്കുന്നുണ്ടോ? നമ്മൾ നമ്മിൽ തന്നെ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ നമ്മുടെ അടുത്തുള്ള ഒരാളെ, ഒരു മാതാപിതാക്കൾ, ബന്ധു, സുഹൃത്ത്, നാം അവഗണിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തെ വിശുദ്ധിയായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അനുകമ്പയാണ് ശിഷ്യത്വത്തിന്റെ ഏറ്റവും യഥാർത്ഥ അളവുകോൽ എന്ന് നാം മറന്നുപോയിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതം സുഖകരമായിരിക്കാനുള്ളതല്ല, അത് ഫലപ്രദമാകാനുള്ളതാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ അത് ചെലവാകുമ്പോൾ സ്നേഹിക്കുക, അസൗകര്യമുണ്ടാകുമ്പോൾ താമസിക്കുക, വേദനാജനകമാകുമ്പോൾ ക്ഷമിക്കുക എന്നതാണ്. സ്നേഹത്തോടെ കുരിശ് ചുമക്കുക എന്നതിന്റെ അർത്ഥം ഇതാണ്. ഈ ബലിപീഠത്തിലേക്ക് വരുമ്പോഴെല്ലാം ആ സ്നേഹം ദൃശ്യമാകുന്നതായി നാം കാണുന്നു. ഇവിടെ ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തു തന്നെ നമുക്ക് പൂർണ്ണമായും നൽകുന്നു. സ്നേഹത്തിനുവേണ്ടിയുള്ള സ്വയം ദാനമായ കുരിശിന്റെ ത്യാഗത്തെ അവൻ പുതുക്കുന്നു. നാം അവനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് അവന്റെ ശരീരവും രക്തവും മാത്രമല്ല, അവന്റെ സ്നേഹത്തിന്റെ വഴിയും ലഭിക്കുന്നു. ക്ഷമ, ത്യാഗം, അവസാനം വരെ വിശ്വസ്തത.
അതിനാൽ ഇന്ന് ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ നമ്മെ സ്നേഹിച്ചവരുടെ മുഖങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, മുത്തശ്ശിമാർ, മൂപ്പന്മാർ, നമ്മുടെ രോഗികൾ, നമ്മുടെ മറന്നുപോയവർ നമ്മോടൊപ്പം കൊണ്ടുവരാം. ഏതൊരു അവഗണനയും സുഖപ്പെടുത്താനും നമ്മുടെ ഹൃദയങ്ങളെ മയപ്പെടുത്താനും സ്നേഹം യഥാർത്ഥത്തിൽ എന്താണെന്ന് വീണ്ടും നമ്മെ പഠിപ്പിക്കാനും നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. കാരുണ്യത്തിന്റെ അമ്മയായ മറിയ നമുക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. തന്റെ പുത്രനെ ധൈര്യത്തോടെ എങ്ങനെ പിന്തുടരാമെന്ന് അവൾ നമ്മെ പഠിപ്പിക്കട്ടെ. എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക, എന്നാൽ അവൻ നമ്മുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചവരിൽ നിന്ന് ഒരിക്കലും പിന്തിരിയരുത്. നമ്മുടെ യാത്രയുടെ അവസാനം ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കട്ടെ. നന്നായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നിന്റെ കർത്താവിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക. ആമേൻ.